ഇതാണോ സന്ദീപേട്ടന്റെ വീട്? അതെ. ഇത് വീടല്ല, ശരിക്കും കൊട്ടാരം തന്നെ അല്ലേ അംബികാമേ? എന്തായാലും ദേവി ചേച്ചിയുടെ ഒരു ഭാഗ്യം തന്നെയാ ഈ വീട്ടിലേക്ക് കല്യാണം കഴിച്ചു വന്നത്. ഇത്രയും വലിയ ആൾക്കാരായിട്ടും ദേവൂട്ടിയെ പോലൊരു പാവം പെണ്ണിനെ സ്വീകരിക്കാൻ സന്ദീപും സന്ദീപിന്റെ വീട്ടുകാരും മനസ്സ് കാണിച്ചല്ലോ. അത് കിഷമ്മോൻ പറഞ്ഞതുപോലെ ദേവൂട്ടിയുടെ ഭാഗ്യം തന്നെയാ. ശരിയാ. സ്വർഗം പോലത്തെ ഒരു വീടും അവിടെ ദേവു ചേച്ചിയെ സ്നേഹിക്കാൻ ഒരുപാട് ആൾക്കാരും. നോക്കിക്കോ, ഇനി ദേവു ചേച്ചിയോടുള്ള ദേഷ്യമൊക്കെ മറന്ന് ശ്രീകല അമ്മ ദേവു ചേച്ചിയെ മോളെപ്പോലെ സ്നേഹിച്ചു തുടങ്ങും. അല്ല, ദേവൂട്ടി എവിടെ? ഞാൻ പറഞ്ഞില്ലേ, ദേവൂട്ടി ഔട്ട് ഹൗസില. വ്രതം തീരുന്നവരെ അവിടെ കഴിഞ്ഞോളാന്നാ ദേവൂട്ടി പറഞ്ഞത്. നമുക്ക് അങ്ങോട്ട് പോവാം. നിങ്ങളെ കാണുമ്പോ ആൾക്ക് ഭയങ്കര സന്തോഷമാവും. അതെ, ദേവു ചേച്ചി ശരിക്കും ഞെട്ടും. ഞാൻ കരുതിയത് ഞങ്ങൾ വരുന്ന കാര്യം ദേവു ചേച്ചിയോട് പറഞ്ഞു കാണൂന്നാ. പറയാത്തതും മനഃപൂർവ്വ. പെട്ടെന്ന് നിങ്ങളെ കാണുമ്പോ അവൾ ആകെ എക്സൈറ്റഡ് ആവും. അത് ശരിയാ. അങ്ങനെ ഷോക്കടിച്ച് നിൽക്കുന്ന ദേവു ചേച്ചിയെ കാണാനാ ഒരു രസം. ഒരു കാര്യം ചെയ്യാം, സന്ദീപേട്ടൻ ഇപ്പൊ അങ്ങോട്ട് വരണ്ട. ഞങ്ങൾ പോയി ദേവി ചേച്ചി ശരിക്കൊന്ന് ഞെട്ടിക്കട്ടെ. അവിടെ വാ അംബികമ്മേ, നമുക്ക് ദേവി ചേച്ചിയെ കാണാൻ പോവാം. സന്ദീപേട്ടൻ അങ്ങോട്ട് വരില്ലേ? ഞാൻ വരാം. നിങ്ങൾ ആദ്യം ചെല്ല്. ഓഫീസിലെ കുറച്ച് ജോലി പെൻഡിങ് ഉണ്ട്, ഞാൻ അതൊന്ന് കറക്റ്റ് ചെയ്യട്ടെ. എന്നാ പിന്നെ സന്ദീപേട്ടന്റെ ജോലി നടക്കട്ടെ. അപ്പോഴേക്കും ഞങ്ങൾ ദേവി ചേച്ചിയായിട്ടൊന്ന് സംസാരിക്കാം. വാ അംബികമ്മേ, വാ. എന്റെ മൂകാംബിക ദേവി, ഇവരുടെ മുന്നിൽ വെച്ച് ഇനി അമ്മ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കോ? ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ അവരറിയാൻ ഇടവരുത്തരുതേ. അംബികാമേ, ദേവു ചേച്ചി ഇവിടെയാണുള്ളത്. നമുക്ക് ദേവു ചേച്ചി ശരിക്കൊന്ന് ഞെട്ടിച്ചാലോ? അല്ല, അതിന് നീ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മളെ കാണുമ്പോ തന്നെ അവളെ ഞെട്ടും. ഈ വരവ് അവൾ ഒട്ടും പ്രതീക്ഷിച്ച് കാണൂല. എന്നാലും എന്റെ ശബ്ദം കേൾക്കുമ്പോ ദേവു ചേച്ചിക്ക് അറിയാലോ വന്നത് ഞാനാണെന്ന്. അതുകൊണ്ട് വേറൊരു സൂത്രം പ്രയോഗിക്കാം. ദേവൂട്ടി, ദേവൂട്ടി, ദേവൂട്ടി. ദേവൂട്ടി, ദേവൂട്ടി. മോളെ, എന്താ ദേവൂട്ടി, സുഖം തന്നെയല്ലേ? എന്താ മോള് ഞങ്ങളെ തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? ഈ അംബികാമ്മയുണ്ടല്ലോ, ദേവു ചേച്ചി പോയതിനു ശേഷം എനിക്കും വിദ്യാമ്മയ്ക്കും സ്വൈര്യം തന്നിട്ടില്ല. ദേവു ചേച്ചിയെ കാണണം, ഇവിടെ എങ്ങനെയാ, ദേവു ചേച്ചിക്ക് സുഖമാണോ, എന്തെങ്കിലും കുഴപ്പമുണ്ടോന്നൊക്കെ ചോദിച്ച് ആകെ ബഹളമായിരുന്നു. ഒടുക്ക അംബികാമ്മയുടെ പരിഭ്രമവും വെപ്രാളവും ഒക്കെ കണ്ടപ്പോ
വിദ്യാമ്മ എന്നോട് പറഞ്ഞു, അംബികാമ്മയും കൂട്ടി ദേവു ചേച്ചിയെ ഇവിടെ വന്ന് കാണാൻ. ഇവൻ പറഞ്ഞതില് പകുതിയേ സത്യമുള്ളൂ കേട്ടോ. നിന്നെ കാണാനേ ഇവനും ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന്റെ പേരിലല്ലേ സന്തോഷത്തോടെ എന്നെ കൊണ്ടുവരുന്ന ജോലി ഇവനെ ഏറ്റെടുത്തത്. ആ പറഞ്ഞത് കറക്റ്റ്. അല്ല, എന്താ ദേവു ചേച്ചി ഇപ്പോഴും ഷോക്കായിട്ട് നിൽക്കുന്നേ? ഞങ്ങൾ വന്നതിന്റെ എക്സൈറ്റ്മെന്റ് ഇതുവരെ മാറിയില്ല. സന്ദീപ ഞങ്ങളെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നത്. ഞങ്ങൾ വരുന്ന കാര്യം സന്ദീപേട്ടൻ അറിയാമായിരുന്നോ എന്നാണോ? ഇല്ല ചേച്ചി, ഇവിടെ വന്നതിന് ശേഷം വീട് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ സന്ദീപേട്ടനെ വിളിച്ചതാ. അപ്പോ സന്ദീപേട്ടനാ പറഞ്ഞത് ഞങ്ങളെ സ്റ്റേഷനിൽ വന്നിട്ട് പിക്ക് ചെയ്തോളാം. അല്ല, ഞങ്ങളെങ്ങനെ പുറത്തു നിർത്താനുള്ള പ്ലാനാണോ? മോളിവിടെ തനിച്ചാ താമസല്ലേ? സന്ദീപേട്ടൻ ഞങ്ങളോടെല്ലാം പറഞ്ഞു. 41 ദിവസത്തെ വ്രതത്തിലാണല്ലേ? അതേതായാലും നന്നായി. ഭർത്താവിന്റെ ദോഷങ്ങളൊക്കെ മാറാൻ അത് ഉപകാരപ്പെടും. സത്യത്തിൽ ഞാൻ കരുതിയത് സന്ദീപിന്റെ അമ്മ ഒരിക്കലും നിന്നെ മരുമകളായി അംഗീകരിക്കില്ല എന്നായിരുന്നു. അതിന്റെ പേടിയില്ല നിന്റെ വിവരങ്ങൾ അറിയാതെ ഞാൻ വിഷമിച്ചത്. അങ്ങനെ ഒരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. ദേവി ചേച്ചിക്ക് വേണ്ടി മോതിരം തിരിച്ചു ചോദിക്കാൻ ചെന്നപ്പോ അവരുടെ വാശിയും സംസാരമൊക്കെ ഞാനും കേട്ടതാണല്ലോ. എന്തായാലും അവർക്ക് നിങ്ങളെ പിരിക്കാൻ തോന്നിയില്ലല്ലോ. 41 ദിവസത്തെ വ്രതം കഴിയുമ്പോ ഒക്കെ ശരിയാവും മോളെ. സന്ദീപിനെ പോലെ സ്നേഹവും കരുതലും ഒക്കെ ഉള്ള ഒരാളെ ഭർത്താവായി കിട്ടിയ നീ ഭാഗ്യവതിയാ. ദേവി ചേച്ചി ഇവിടെ സുഖമായിട്ടിരിക്കുന്നു എന്ന് അറിഞ്ഞപ്പോഴാ അംബികാമ്മയുടെ മുഖത്തൊരു തെളിച്ചം വന്നത്.